ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫാർമകോഗ്നോസിയിലെ അസിറ്റേറ്റ് മെലോണൈറ്റ് പാത്വേ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ അസിറ്റേറ്റ് മെലോണൈറ്റ് പാത്വേ? നമ്മുടെ ഹയർ പ്ലാന്റ്സിൽ ഫാറ്റി ആസിഡ് സിന്തസിസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലാന്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു പാത്വേ, ഒരു റിയാക്ഷൻ പാത്വേ ആണ് അസിറ്റേറ്റ് മെലോണൈറ്റ് പാത്വേ എന്ന് പറയുന്നത്. സോ ഈ അസിറ്റേറ്റ് മെലോണൈറ്റ് പാത്വേയിൽ നമ്മുടെ അസിറ്റൈൽ കോഎൻസൈമയും മെലോണൈൽ കോഎൻസൈമയും ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്ത് ഉണ്ടാവുന്ന ഒരു പാത്വേയിൽ കുറെ സീക്വൻഷ്യൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഈ റിയാക്ഷനിൽ ലാസ്റ്റ് നമ്മൾ ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യുന്നു. അതാണ് അസിറ്റേറ്റ് മെലോണൈറ്റ് പാത്വേ എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഡെഫിനിഷൻ ഫോമിലാണത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് എ ബയോസിന്തറ്റിക് പാത്വേ occurring in higher plants where the acetyl coenzyme and malonyl coenzyme undergo sequential condensation reactions to form a polypeptide chains like such as fatty acids and anthraquinones. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാം. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? അസിറ്റൈൽ കോഎൻസൈമയും മെലോണൈൽ കോഎൻസൈമയും കൂടിയിട്ടാണ് ഈ ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ എന്നല്ലേ പറഞ്ഞത്. സോ ആദ്യം ആരായിരിക്കും ഉണ്ടാവേണ്ടത്? അസിറ്റൈൽ കോഎൻസൈമയും മെലോണൈൽ കോഎൻസൈമയും. എന്താണ് ഈ അസിറ്റൈൽ കോഎൻസൈമയുടെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരിക്കാം. അതായത് CH3C ഡബിൾ ബോണ്ടോ SCOA. ഇതാണ് നമ്മുടെ അസിറ്റൈൽ കോഎൻസൈമ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരാളും കൂടി ഉണ്ടല്ലോ. ആരാണത്? മെലോണൈൽ കോഎൻസൈമ്. അധികം വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. സി ഡബിൾ ബോണ്ട് SCOA എന്ന് പറയും. സി ഡബിൾ ബോണ്ട് SCO ലാസ്റ്റ് വരും. ഈ CH3ക്ക് പകരം ഇവിടെ എന്ത് വരും? CH2COO മൈനസ് വരും. ഇതാണ് നമ്മുടെ മെലോണൈൽ കോഎൻസൈമ്. ഇനി ഈ അസിറ്റൈൽ കോഎൻസൈമ് മെലോണൈൽ കോഎൻസൈമും കൂടി വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അസിറ്റൈൽ കാരിയർ പ്രോട്ടീൻ എന്ന് പറയും. ഈ അസിറ്റൈൽ കാരിയർ പ്രോട്ടീനോട് കൺവേർട്ട് ചെയ്യണത് നമുക്ക് ഫാറ്റി ആസിഡ്സ് ലെങ്ത് വല്ലാണ്ട് കൂട്ടണം. അല്ലെങ്കിൽ വലിയ ചെയിനുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യണം. സോ ഇവരെ കൊണ്ട് വലിയ ചെയിനൊന്നും നടക്കൂല. സോ നമ്മളൊരു കാരിയർ പ്രോട്ടീനിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതുവഴി സിന്തസൈസ് ചെയ്യണ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് വലിയ ഫാറ്റി ആസിഡ്സ് തരും. അപ്പോൾ ഈ അസിറ്റൈൽ കോഎൻസൈമയും മെലോണൈൽ കോഎൻസൈമയും എങ്ങോട്ടേക്ക് കൺവേർട്ട് ആവും? ഒരു അസിറ്റൈൽ കാരിയർ പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ആവും. സോ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ചെയ്യാം. അസിറ്റൈൽ കോഎൻസൈമ് എന്തായിട്ട് മാറും? അസിറ്റൈൽ കാരിയർ പ്രോട്ടീൻ ആയിട്ട് മാറും. അതെങ്ങനെയാണ് എത്താം? വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ ഇവിടെ ഉണ്ടായിരുന്നത്? SCOA മാറി എന്തായി? ACP. ACP എന്ന് പറഞ്ഞാൽ എന്താ? അസിറ്റൈൽ കാരിയർ പ്രോട്ടീൻ. സോ ഇവിടെ അസിറ്റൈൽ കോഎൻസൈമ് ആണ് ഇത്. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? അസിറ്റൈൽ ACP. അസിറ്റൈൽ ACP ഇല്ലേ? അസിറ്റൈൽ കോഎൻസൈമിനോട് ആരൊന്നു? അസിറ്റൈൽ ACP ഒന്നു. സെയിം വേ നമുക്ക് ഇതും കൺവേർട്ട് ചെയ്യാലോ. അതായത് ഈ SCOA മാറി SACP ആയ പോരെ. ഇത് മെലോണൈൽ ACP ആയി മാറി. ഇത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ACP ആവണം. എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡ്സ് ലെങ്ത് ഒക്കെ ഒന്ന് നീളാനും റിയാക്ഷൻ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കണം, എൻസൈമാറ്റിക് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ അങ്ങനെ കുറച്ചൊക്കെ നല്ല നല്ല ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടിട്ട് ഇത് എന്ത് ചെയ്യുക? ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ആയി. അപ്പൊ ഇവിടെ അസിറ്റൈൽ ACP ആയി, മെലോണൈൽ ACP ആയി. ഇനി ഇവിടെ നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻസ് നടക്കണം. സോ കണ്ടൻസേഷൻ റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ഒരു ഫോം ഉണ്ടാവുന്നു. അതാണ് നമ്മളിപ്പോ നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ SACPയും CO മൈനസിനെയും കൂടി എലിമിനേറ്റ് ചെയ്യുക. ഇതങ്ങ് കളയുക. എന്നിട്ട് ഈ ബാക്കിയുള്ള നമ്മൾ ജോയിൻ ചെയ്ത് എഴുതാം. അതായത് CH3 C ഡബിൾ ബോണ്ടോ ഇത് പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? CH2 C ഡബിൾ ബോണ്ടോ SACP. ഇതല്ലേ? ഇനി നോക്കിക്ക്, ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്? CH3C ഡബിൾ ബോണ്ട് SACP പോലെയല്ലേ ഇവിടെ CH2C ഡബിൾ ബോണ്ട് SACP. സോ ഇതിന്റെ പേര് എന്താണ്? അസിറ്റൈൽ ACP. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഇതിന്റെ പേര്?
അസറ്റൈൽ ACP ഇതാ അല്ലെ, സെയിം അല്ലേ? അസറ്റൈൽ ACP ഇവിടെ എച്ചിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. കോമ്പൗണ്ട് എല്ലാം എന്താ? CH3 C ഡബിൾ ബോണ്ട് SACP, ഇവിടെ CH2 C ഡബിൾ ബോണ്ട് SACP. ഇനി ബാക്കി ഇത് എന്ത് ഗ്രൂപ്പ് ആയിരിക്കും? എന്ത് ഗ്രൂപ്പാ? അസിറ്റോ ഗ്രൂപ്പാണ് അല്ലെ. C ഡബിൾ ബോണ്ടോ CH3 എന്ന് പറഞ്ഞാൽ നമ്മൾ അസിറ്റോ ഗ്രൂപ്പാണ് പറയാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് എഴുതുന്നത് അസറ്റൈൽ ACP. അപ്പൊ ഇതിന്റെ പേര് കിട്ടിയില്ലേ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? അസറ്റൈൽ ACP. അപ്പൊ മെലോണൈൽ ACPയും അസറ്റൈൽ ACP കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി? അസറ്റൈൽ ACP ഉണ്ടായി. ഓക്കെ, അസറ്റൈൽ ACP ഉണ്ടാവണ വരെ നോക്കിയില്ലേ? ഇനി നെക്സ്റ്റ് ഇതാണ് നമ്മുടെ അസറ്റൈൽ ACP. ബാക്കി റിയാക്ഷൻസ് നമുക്ക് ഇനി നോക്കാം കേട്ടോ. അസറ്റൈൽ ACP ഇതാണല്ലോ. ഇതിൽ നിന്ന് കുറെ ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസ്, സെവറൽ ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്തിട്ട് നമ്മുടെ ഫാറ്റി ആസിഡ് ഉണ്ടാകാൻ പോവുക. അതായത് ഇനിയുള്ള റിയാക്ഷൻസിലൊക്കെ ഫാറ്റി ആസിഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് അസറ്റൈൽ ACPയിൽ നിന്ന് എന്ത് ചെയ്യും? സെവറൽ ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യും. ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസ്. ഈ സെവറൽ ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസിന് ശേഷം ഉണ്ടാവുന്ന ഫാറ്റി ആസിഡ്സിന് നമുക്കൊരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. അതായത് ഇങ്ങനൊരു കോഡ് കൊടുത്തു വയ്ക്കാം. പീസൊള്ള നല്ല പീസുള്ള റിയാക്ഷൻ എന്നൊക്കെ വിചാരിച്ചു ഓർത്ത് വയ്ക്കും. നല്ല സമാധാനപരമായിട്ടുള്ള റിയാക്ഷൻ ആണിത്. കൂട്ടത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ പീസുള്ള റിയാക്ഷൻ, പീസുള്ള അങ്ങനെ വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് പി അല്ലേ? പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാൽമിറ്റോയിൽ ആസിഡ് അല്ലെങ്കിൽ പാൽമിറ്റോയിൽ ACP ആയിരിക്കും ഫോം ചെയ്യുക. ഇപ്പൊ ഇവിടെ അസറ്റൈൽ ACP ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത്? പാൽമിറ്റോയിൽ ACP. എന്താ പാൽമിറ്റോയിൽ ACPയുടെ സ്ട്രക്ചർ? സെയിം തന്നെ, ACP അല്ലേ? അപ്പൊ അസറ്റൈൽ പാൽമിറ്റോയിൽ, അപ്പൊ C ഡബിൾ ബോണ്ടോ SACP. ഇതൊക്കെ അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഈ CH2 ഗ്രൂപ്പ് ഇല്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്ത് 14 ടൈംസ് ആവുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 14 ടൈംസ് ആവുന്നു. ബാക്കിയുള്ളത് എന്താണ്? ഇവിടെ ഈ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ അങ്ങനെ നമ്മൾ മറന്നേക്കാം. ഇത് വേണ്ടെങ്കിൽ അസിറ്റോന്നല്ല പാൽമിറ്റോയിൽ വരാൻ പോണേ. സോ ഈ C ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ CH3. ഇതാണ് നമ്മുടെ പാൽമിറ്റോയിൽ ACP എന്ന് പറയും. പാൽമിറ്റോയിൽ ACP എന്ന് പറയും. ഈ പാൽമിറ്റോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പാൽമിറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. പാൽമിറ്റോയിൽ ACP പാൽമിറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് P ഫോർ പാൽമിറ്റിക് ആസിഡ്. നമ്മളിപ്പോ പറഞ്ഞ P ഫോർ പാൽമിറ്റിക് ആസിഡ്. ഇനി S എന്തായിരിക്കും? സ്റ്റിയറിക് ആസിഡ് അല്ലെ. സ്റ്റിയറിക് ആസിഡ് ആണ് നെക്സ്റ്റ് വേണം. അപ്പൊ പാൽമിറ്റോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ചെയ്ത്? സ്റ്റിയറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് ഇതേ തന്നെ സ്റ്റിയറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റിയർ ചെയ്യുക, 14 സ്റ്റിയർ ചെയ്ത് 16 പോകും. ജസ്റ്റ് ഒന്ന് ഡബിൾ ചെയ്യാന്ന് ഓർക്കുക. സ്റ്റിയർ ചെയ്യുക, അതായത് ഡബിൾ ചെയ്യാന്ന് ഓർക്കുക. 14 16 CH2 16. ബാക്കിയൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റിയറോയിൽ ACP എന്ന് പറയും. സ്റ്റിയറോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? സ്റ്റിയറിക് ആസിഡ് ആയിട്ട് അല്ലെ. സ്റ്റിയറോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? സ്റ്റിയറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഇനി സ്റ്റിയറോയിൽ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റിയറിക് ആസിഡും കിട്ടി. ഇനി നെക്സ്റ്റ് O ആണ്. O എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒലിയോയിൽ ആസിഡ് അല്ലെങ്കിൽ ഒലിയോയിൽ ACP. അതാണ് ഇനി വരാൻ പോണത്. സ്റ്റിയറോയിൽ കഴിഞ്ഞാൽ പിന്നെ ഒലിയോയിൽ. അപ്പൊ ഇവിടെ ഒലിയോയിലൊരു ഒരു വ്യത്യാസമുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആണ്, അല്ല എന്ന് പറഞ്ഞാൽ അല്ല, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് ഒലിയോയിലിൻ്റെ CH2 7 ടൈംസ്. ഇവിടെ ഈ 14 ഇല്ലേ, അതിന്റെ നമ്മൾ ഒപ്പിച്ച് എഴുതണമെന്ന് വിചാരിക്കാം. ഇവിടെ 14 ആവും, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ CH2 7 ടൈംസ്, എന്നിട്ട് CH ഡബിൾ ബോണ്ട് CH, വീണ്ടും CH2 7 ടൈംസ്, മൊത്തം 14 ആയില്ലേ. ഇനി എന്ത് ചെയ്യും? C ഡബിൾ ബോണ്ടോ SACP. ഇതാണ് നമ്മുടെ ഒലിയോയിൽ ACP. ഈ ഒലിയോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? ഒലിയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും.
ഒലിവ് ഓയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആയി? ഒലീക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആയി. സോ ഇവിടെ നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ഒലിവ് ഓയിൽ ACP എന്തായിട്ട് മാറിയെന്ന്? ഒലീക് ആസിഡ് ആയിട്ട് മാറി. ഇനി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആക്കി മാറി. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരുന്നില്ലേ കണ്ടതിൽ വെച്ച്. പിന്നെ ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പേര് മാത്രം ജസ്റ്റ് നോക്കാം. ഒലിവ് ഓയിൽ ACP ഒലീക് ആസിഡ് ആയി. ഇനി നെക്സ്റ്റ് അടുത്ത ആരാണ്? എല്ല് അല്ലെ, പീസോളയുടെ എല്ലാണ് വന്നത്. എല്ലിൽ ആരായിരിക്കും വരിക? അപ്പൊ ലിനോലി ACP ആയിരിക്കും വരിക, ലിനോലോയിൽ ACP. സോ നമ്മൾ ലിനോലിയോയിൽ ACP എന്ന് പറയും. ലിനോലോയിൽ ACP എന്തായിട്ട് മാറും? ലിനോലിക് ആസിഡ് ആയിട്ട് മാറും അല്ലെ. ലിനോലോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? ലിനോലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഇനി ലിനോലിക് ആസിഡ്, ലിനോലോയിൽ ACP ഇത് ലിനോലിക് ആണെന്ന് മനസ്സിലായി, ലിനോലിക്. ഇനി നമുക്ക് വീണ്ടും ഒരു എല്ലാം കൂടി ഉണ്ടല്ലേ, ഇത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ആദ്യം ലിനോലിക് വന്ന് രണ്ടാമത് ഉണ്ടാവും ലിനോലോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? ലിനോയിൽ ACP ആയിട്ട് മാറും. ലിനോയിൽ ACP. അപ്പൊ ലിനോയിൽ ACP എന്ന് പറയുമ്പോൾ എന്ത് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും? ലിനോലിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ലിനോയിൽ ACP എന്തായിട്ട് കൺവേർട്ട് ആവും? ലിനോലിനിക് ആസിഡ്. അപ്പൊ ഇവിടെ ലിനോലിക് ആസിഡ്, ലിനിക് ആസിഡ്, ആദ്യം ലിക്ക് പിന്നെ ലിനിക് ആസിഡ് ആയിട്ട് മാറി. ഇനി ലാസ്റ്റ് ആസിഡ് ആണ് A വെച്ചിട്ടുള്ള ആസിഡാണ്, അതാണ് അറാക്കിഡോണൈൽ ACP ആയിരിക്കും അല്ലെ. അറാക്കിഡോണിൽ ACP, അറാക്കിഡിനോയിൽ ACP. അതെന്തായിട്ട് കൺവേർട്ട് ആവും? അറാക്കിഡോണിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. അറാക്കിഡോണിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആയി. സോ നമുക്ക് ഇത് അറാക്കിഡോണിക് ആസിഡ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാത്വേ എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് പഠിക്കാമല്ലോ പീസോള്ള. അപ്പൊ നമുക്കിത് പാരമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലിക് ആസിഡ്, ലിനോലിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, പിന്നെന്താണ് അറാക്കിഡോണിക് ആസിഡ്, ഇതിങ്ങനെ പഠിക്കാം. ഈ ആസിഡൊക്കെ ഇവിടെ എഴുതിയിട്ട് ഇപ്പുറത്ത് എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആസിഡില് ലിനോലി ഇപ്പൊ ഒലീക്കാണെന്ന് വെച്ചു, ഒലീക്കാണെങ്കിൽ ഈ IC ഒലീക്കിന്റെ ആ ലാസ്റ്റത്ത് വരുന്ന IC മാറ്റിയിട്ട് എന്ത് എഴുതണം? OYL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒലിയോയിൽ ആസിഡ് ആവും. ഒലീക് ആസിഡിന് IC മാറ്റിയിട്ട് OYL കൊടുത്ത ഒലിയോയിൽ ACP ആയിട്ട് മാറി. ലിനോലിക് ആസിഡിന് നമ്മൾ ഈ IC ആ ആസിഡിന് മുമ്പിലുള്ള IC മാറ്റിക്കഴിഞ്ഞാൽ OYL കൊടുത്ത ലിനലോയിൽ ആസിഡ് ആവും. ലിനോലിനിക് ആസിഡ് ആണെങ്കിലോ ഈ ആസിഡിന് മുമ്പുള്ള IC മാറ്റിയിട്ട് ലിനോലിൻ OYL കൊടുത്ത് ഈ IC മാറ്റിയിട്ട് എന്ത് കൊടുക്കും? OYL കൊടുത്തു കഴിഞ്ഞാൽ ലിനോലിനോയിൽ ACP ആയി. ഇനി അറാക്കിഡോണിക് ആസിഡ് ഈ IC മാറ്റിക്കഴിഞ്ഞാൽ അറാക്കിഡിനോയിൽ, എന്നിട്ട് ഈ ICക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കും? OYL ആയി. ഇവിടെ OYL കൊടുത്തില്ലേ, ഈ ICക്ക് പകരം നമ്മൾ OYL കൊടുത്തത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആസിഡ് എഴുതിയിട്ട് ഇവിടെ നിന്നിട്ട് IC റിമൂവ് ചെയ്ത് ആഡ് OYL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാരെ കിട്ടും. സോ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ആസിഡ് എളുപ്പം കിട്ടും. പാർമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലിക് ആസിഡ്, ലിനോലിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, അറാക്കിഡോണിക് ആസിഡ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാത്വേ ഒന്നും കൂടി ഫുള്ളായിട്ട് എഴുതി ഒന്ന് കാണാപ്പാടെ എഴുതി നോക്കുക. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കാണാപ്പാടെ എഴുതി പഠിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.